കണ്ടു. ഇതിനൊരു രണ്ട് തരത്തിൽ റിവ്യൂ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, DC പടത്തിനെ അനിരുദ്ധിന്റെ മ്യൂസിക് ഒന്ന് മാറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ DC പടം എങ്ങനെ ഇരിക്കുമെന്ന് ആദ്യം പറയാം. അതായത് ഒരു പ്രെറ്റി ഗുഡ് വയലന്റ് ആക്ഷൻ പാക്ഡ് മൂവി തന്നെയാണ് DC. ഈ DC എന്ന് പറയുമ്പോൾ ഇതിലത്തെ ലീഡിങ് ക്യാരക്ടേഴ്സിന്റെ പേരുകളിലെ ആദ്യത്തെ ഇത് വെച്ചാണ് ദേവദാസിന്റെ ഡിയും ചന്ദ്രയുടെ സിയും. അതാണ് ഈ DC. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു അത്യാവശ്യം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള, നല്ല എഡിറ്റിംഗ് ഉള്ള, നല്ല സിനിമാറ്റോഗ്രാഫി ഉള്ള, നീറ്റ് പെർഫോമൻസ് ഉള്ള ലീഡിങ് ആക്ടേഴ്സിന്റെ നല്ല വയലന്റ് ആക്ഷൻ എപ്പിസോഡുകളുള്ള ഒരു ക്രൈം ആക്ഷൻ മൂവി, ഒരു പ്രെറ്റി ഗുഡ് ക്രൈം ആക്ഷൻ മൂവി തന്നെയാണ് DC പടം. മ്യൂസിക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വ്യൂ ആണ് ഞാൻ പറയണത്, ഒരു റിവ്യൂ ആണ് ഞാൻ പറയണത്. അങ്ങനെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. ഏത് വയലന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എയർ റേറ്റഡ് ആണ്, ആ രീതിയിൽ കൂടി നിങ്ങൾ മൈൻഡിൽ വെക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു മേക്കിംഗ് ഉള്ള, സ്റ്റൈലിഷ് മേക്കിംഗ് ഉള്ള, അത്യാവശ്യം നല്ല ആക്ഷൻസ് ഉള്ള, കുറച്ച് നല്ല പെർഫോമൻസ് ഉള്ള പടം തന്നെയാണ് DC. അപ്പോൾ അത് തന്നെ അത്യാവശ്യം നല്ലതാണ്. അവിടേക്ക് ഇനി അനിരുദ്ധിന്റെ ഇമ്പാക്റ്റോടും ചേർത്തിട്ടുള്ള ഒരു റിവ്യൂ. അപ്പൊ റിവ്യൂ മാറുകയാണ്, എക്സ്പീരിയൻസ് മാറുകയാണ്, ആൾക്കാരുടെ എൻജോയ്മെന്റ് മാറുകയാണ്. അനിരുദ്ധ് എന്താ പറയാ, ഒരു മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്ടക്സി കിട്ടുന്ന എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെങ്കിൽ എക്സ്ട്രീം എൻജോയ്മെന്റ് കിട്ടുന്ന ഒരു ഫാക്ടർ, ഒരു ഫ്യൂവൽ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ മൂവിനെ ഒരു വൈൽഡ് ക്രേസി റൈഡായിട്ട് മാറുന്നു. അതായത് അനിരുദ്ധ് ഇപ്പൊ കുറച്ച് കാലങ്ങളല്ല, എപ്പോഴും മൂപ്പര മ്യൂസിക് അടിപൊളിയാണ്. പക്ഷെ ഈ പടത്തിൽ വന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പടത്തില് BGMനെക്കാളുപരി അങ്ങയുടെ മ്യൂസിക് ട്രാക്കുകളാണ് പടത്തിന്റെ ഓരോ സിറ്റുവേഷനെയും വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഇമോഷൻ ആയിക്കോട്ടെ, സീരിയസ് മോഡ് ആയിക്കോട്ടെ, സ്റ്റൈലിഷ് ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, വെറുതെ പോകുന്ന സീൻ ആയിക്കോട്ടെ, ചില ട്രാക്കുകൾ അത് വെസ്റ്റേൺ, ക്ലാസിക്കൽ, ഈവൻ ബാൻഡ് സെറ്റും അങ്ങനെ എന്തൊക്കെ വെച്ചിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. അതായത് ഒരു 10-12 ട്രാക്കുകളുണ്ട്. ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഹിറ്റ് ആയിട്ടുള്ള 1-2 ട്രാക്ക് അല്ലാണ്ട് ബാക്കി നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അത് എങ്ങനെയൊക്കെ ഒരു പടത്തിന്റെ സിറ്റുവേഷനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാം, ഒരു പീക്ക് എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കാം എന്ന് അനിരുദ്ധിന്റെ ഷോ, അതാണ് ഈ പടം. ഞാൻ പറഞ്ഞില്ലേ, അനിരുദ്ധിന്റെ ഷോ ആയതുകൊണ്ട് പടത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഒരു ഫോൾട്ട് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് മോശമാണെന്നല്ല പറയണത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിത്തൗട്ട് അനിരുദ്ധ് ഓൾസോ പടം നല്ലതാണ്. വിത്ത് അനിരുദ്ധ് വരുമ്പോൾ പടം വേറെ ലെവലാവുന്നു, പീക്ക് എക്സ്പീരിയൻസ് ആവുന്നു. പ്രത്യേകിച്ച് മ്യൂസിക് ട്രാക്കുകൾ, ഇംഗ്ലീഷ് ട്രാക്കുകളുണ്ട്, ഈ പറഞ്ഞ എന്താ പറയുക ക്ലാസിക്കൽ സാധനങ്ങൾ വെച്ചിട്ടുള്ള പാട്ടിന്റെ വരികളല്ലാണ്ട് ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എങ്ങനെ കൊണ്ടുവരുന്നു എന്നാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അതിന് ഡയറക്ടറും അതിന് മേക്കിങ്ങും അതിന് എഡിറ്റിങ്ങും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് എഡിറ്റിംഗ് കട്ട്സ്, എഡിറ്റിംഗ് ചെയ്തത് പ്രസന്ന GK എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങയുടെ കട്ട്സും ഈ പറഞ്ഞ അരുൺ ഡയറക്ടർ ആളുടെ ഒരു ക്രാഫ്റ്റും, പിന്നെ ഈ പറഞ്ഞ പോലെ ലോകേഷിന്റെയും വാമികയുടെയും ഒരു ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള പെർഫോമൻസ്, അവരുടെ കോംബോ, അവരുടെ എന്താ പറയാ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ആ സീൻ അടിപൊളിയാവുന്നത്. ഞാൻ പറഞ്ഞില്ല, മ്യൂസിക് കൊണ്ട് മാത്രമല്ല ഒരു സീൻ നമുക്ക് വളരെയധികം ഗംഭീരമായിട്ട് തോന്നാം. മ്യൂസിക് ഇല്ലെങ്കിലും ആ സീൻ നല്ലതായിട്ട് വരികയാണെങ്കിൽ, ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. ഒപ്പം ഇടിവെട്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ നല്ല ഇടിവെട്ട് മ്യൂസിക് എന്നല്ല, നല്ല മ്യൂസിക്, തരിപ്പ് തരുന്ന, ഇമോഷണലി കണക്ട് ആവുന്ന, ഹുക്ക് ആവുന്ന മ്യൂസിക് കൂടി ആഡ് ചെയ്യുമ്പോൾ പടം വേറെ ലെവലാവും. അത് അനിരുദ്ധ് പല പടങ്ങളിൽ കാഴ്ചവെച്ചതാണ്. ഞാൻ പറഞ്ഞില്ല, ചില സൈലന്റ് ആയിട്ടുള്ള നല്ല പടങ്ങളിൽ ചിലപ്പോൾ നല്ല മ്യൂസിക് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമ്പാക്ട് കൂടും. ഞാൻ പറഞ്ഞില്ലേ, സീൻ ആദ്യമേ നന്നാവണം, സ്ക്രീൻ പ്ലേ നന്നാവണം, ഡയറക്ഷൻ നന്നാവണം, ആക്ടിങ് നന്നാവണം. അതിലേക്ക് മ്യൂസിക് കൂടി വരുമ്പോൾ വേറെ ലെവൽ, ഒരു സ്റ്റെപ്പ് പടി മുന്നോട്ട് പോകും. അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് DC പടത്തിന്റെ ഹൈലൈറ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അനിരുദ്ധ് തന്നെയാണ്. പിന്നെ ലോകേഷും വാമികയും അവരുടെ പെർഫോമൻസ് കൊണ്ട് തന്നെ അതിനെ ഒരു എന്താ പറയാ, ഒരു ജീവൻ, ഒരു സോൾ കൊടുക്കാന്ന് പറയില്ലേ, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരുണിന്റെ ഡയറക്ഷനും ഇതെല്ലാം കൂടിയിട്ട് ഒരു പെർഫെക്റ്റ് മിക്സിൽ വന്നപ്പോ ഒരു പീക്ക് തിയേറ്ററിക് എക്സ്പീരിയൻസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് DC. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആദ്യമേ പറഞ്ഞ പോലെ വയലന്റ് ആക്ഷൻ പടമാണ്, എയർ റേറ്റഡ് ആണ്, അത് മനസ്സിൽ വെച്ചിട്ട് വേണം പോവാൻ. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ട്രാക്കുകൾ നിങ്ങൾക്ക് സിനിമയില് ചില സിറ്റുവേഷനില് അത് കൊണ്ടുവന്ന രീതി നല്ല രീതിയിൽ കിക്കാവും, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.